ഇപ്പം മുട്ടയ്ക്കൊക്കെ വില കൂടിയ സാഹചര്യത്തിൽ സീറോ കോസ്റ്റിൽ എങ്ങനെ നാടൻ കോഴികളെ വളർത്തിയിട്ട് മുട്ട ഉൽപ്പാദനം നടത്താമെന്നുള്ളതിനൊരു വീഡിയോ ആണിത്. നാടൻ കോഴികളായതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് തീറ്റയും അവർക്ക് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് കടയിൽ നിന്ന് ശേഖരിച്ചു കൊടുക്കുന്നതാണ്. പച്ചക്കറിയും ഫ്രൂട്ട്സിൻ്റെ ഒക്കെ വേസ്റ്റാണ്. അതവർക്ക് കൊട്ടിക്കൊടുത്താൽ അവർ യഥേഷ്ടം തിന്നോളും. പകുതി തീറ്റ ചിലവ് അങ്ങനെ കുറയ്ക്കാം നമുക്ക്. പിന്നെ ബാക്കി നമ്മൾ വേസ്റ്റൊക്കെ ഇട്ടിട്ട് BSF ലാർവേനെ വളർത്തുന്നുണ്ട്. സാധാ ഫ്രൂട്ട്സിൻ്റെ ബോക്സ് വരുന്നതിലും ഈ വാട്ടർ ക്യാനിലുമാണ് നമ്മൾ BSF ലാർവേനെ വളർത്തുന്നത്. അതിൽ ഈ കോഴികളുടെ തന്നെ ഫുഡിൻ്റെ വേസ്റ്റ് വരുന്നത് അതിലേക്ക് തട്ടും. അപ്പോൾ ഇതേപോലെ ഇതൊന്ന് നീക്കി വെച്ച് കൊടുത്താൽ അടിയിൽ ഒരുപാട് പുഴുക്കളുണ്ടാവും. നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡാണ്. കോഴിത്തീറ്റയ്ക്ക് 38 രൂപയോളം ഒരു കിലോന് വരുന്നുണ്ട്. അപ്പോൾ ആ റേഞ്ചിൽ നമ്മൾ കോഴിത്തീറ്റ മേടിച്ച് വളർത്തി കഴിഞ്ഞാൽ എന്തായാലും ലാഭകരമായിട്ട് വളർത്താൻ പറ്റില്ല. പിന്നെ നമുക്കിവിടെ പശുവുള്ളതുകൊണ്ട് അതിൻ്റെ തൊഴുത്തിൽ ചാണകത്തിൻ്റെ വേസ്റ്റ് വരുന്നവരെ നമ്മൾ വല കെട്ടിയിട്ട് അതിലാണ് കോഴികളെ വളർത്തുന്നത്. അപ്പോൾ അവർ കണ്ടില്ലേ, യഥേഷ്ടം അങ്ങനെ ചിക്കിപ്പറക്കി തിന്നുന്നുണ്ട് പുഴുക്കളതിനൊക്കെ. ബാക്കിയുള്ള ടൈമിൽ അവർ ചാണകം ചിക്കി ചകഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും. ഇതിപ്പോൾ വർഷക്കാലം കൊണ്ട് നനഞ്ഞതാണ്. വേനൽക്കാലത്ത് നമ്മൾ കാണിച്ചു തരാം. വേനൽക്കാലം ആകുമ്പോൾ വെയിൽ തെറിച്ച് അതേപോലെ നമുക്ക് പൊടിയായിട്ട് എടുക്കാൻ പറ്റും. ചാണകമൊക്കെ കറക്റ്റ് പൗഡർ പോലെ നമുക്ക് കിട്ടും. കോഴികളുടെ വയറെന്ന് അറിയാം, നമുക്ക് ചാണകപ്പൊടിയും കളക്ട് ചെയ്യാം. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഫിഷ് വേസ്റ്റാണ്. അതിൽ അരിത്തവിട് കലർത്തിയിട്ട് അത്ര ആകെ ചിലവ് വരുന്നുള്ളൂ. അരിത്തവിട് പിന്നെ നമ്മൾ നെല്ല് കുത്തിക്കുന്നതിനുള്ള കാരണം അത് സീറോ കോസ്റ്റാണ്.